ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെം ബികോമിലെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ നോക്കുന്നത് റിസർച്ച് പ്രോസസ്സാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ നമ്മൾ ഓൾറെഡി ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, സ്പെഷ്യലൈസേഷൻ പേപ്പർ, കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസും, പിന്നെ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സിൻ്റെയും പിന്നെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക. ഓക്കെ, റിസർച്ച് പ്രോസസ്സ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റിസർച്ച് പ്രോസസ്സ് നോക്കാം. റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്സ് വിച്ച് ഇൻവോൾവ്സ് എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. അതായത് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയുള്ള ഒരു പ്രോസസ്സാണ്. ഇതിൽ ഒരുപാട് സ്റ്റെപ്പുകൾ എന്ത് ചെയ്തിട്ടില്ല, ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സം ഓഫ് ദ സ്റ്റെപ്പ് മേ ബി കവേർഡ് ക്വിക്ക്ലി ആൻഡ് സം അതേഴ്സ് മേ റിക്വയർ ലോങ്ങർ ടൈം. അതായത് ചില സ്റ്റെപ്പുകൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സാധിക്കുന്നതും, എന്നാൽ മറ്റ് ചില സ്റ്റെപ്പുകൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ടതുമാണ്. ഓക്കെ, അതാണ് റിസർച്ച് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് 12 സ്റ്റെപ്പാണ് പറയുന്നത്. ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി ടോപ്പിക് ഓർ റിസർച്ച് പ്രോബ്ലം, ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ, ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം, എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്, പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ, പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ, കളക്ഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ്, ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ എസ്സേ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ റിസർച്ച് പ്രോസസ്സ് എന്താണെന്ന് എഴുതുക, എന്നിട്ട് ആദ്യം ഈ സ്റ്റെപ്പുകൾ എഴുതുക, അതിനുശേഷം ഓരോ സ്റ്റെപ്പുകളും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ 1-2 പേജുകൾ അങ്ങ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഓരോന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി പ്രോബ്ലം. ഓക്കെ, അതായത് നമ്മൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം നമ്മൾ സെലക്ട് ചെയ്യണം. അതാണ് ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദി റിസർച്ചർ ഹാസ് ടു സെലക്ട് എ പ്രോബ്ലം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ദി റിസർച്ചർ, അതായത് എല്ലാ റിസർച്ചറും ആദ്യം എന്ത് ചെയ്യും, ഒരു പ്രോബ്ലം അവർ സെലക്ട് ചെയ്യും. ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് ഓർഗൻസ് ഇറ്റ് ഈസ് സജസ്റ്റഡ് ബൈ ദി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പോളിസി മേക്കേഴ്സ്. ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കേസിലാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സോ എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്യും ഒരു ടോപ്പിക്ക്. അതല്ല ഇൻ കേസ് ഓഫ് റിസർച്ച് സ്കോളേഴ്സ്, അതായത് സ്റ്റുഡൻസ് ഒക്കെയാണ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെന്നെങ്കിൽ ഈസ് ടു ബി സെലക്റ്റഡ് ഓൺ കൺസൾട്ടേഷൻ വിത്ത് ദ ഗൈഡ്. അതായത് ഗൈഡ് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കോളേജിലെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇനിയിപ്പോൾ 6th സെമ്മിൽ നമുക്ക് പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പ്രൊജക്റ്റിൽ മേ ബി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആരായിരിക്കും, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞത്. റിസർച്ചർ ഹാസ് ടു ഡിസ്കസ് ദ പ്രോബ്ലം വിത്ത് ഹിസ് ഫ്രണ്ട്സ്, കൊളീഗ്സ്, എക്സ്പേർട്സ് എക്സെട്ര. അതായത് ഇപ്പോൾ നിങ്ങളാണ് ആ ഒരു റിസർച്ചർ എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങളുടെ കൊളീഗ്സുമായിട്ടും എക്സ്പേർട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യും. ദ മെയിൻ സോഴ്സ് ഓഫ് ദി ടോപ്പിക് ആർ ലിറ്ററേച്ചർ, സെമിനാർസ്, ഫീൽഡ് വിസിറ്റ്സ്, ഇൻറ്റേൺഷിപ്പ്, എക്സ്പീരിയൻസസ്, മീഡിയാസ് എക്സെട്ര. അതായത് നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തുള്ള അത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ലിറ്ററേച്ചർ, സെമിനാർ, ഫീൽഡ് വിസിറ്റ്, ഇൻറ്റേൺഷിപ്പ്, എക്സ്പീരിയൻസ് ത്രൂ ഒക്കെ ആയിരിക്കും നമുക്ക് അത്തരത്തിലുള്ള സോഴ്സസ് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടെൻറ്റേറ്റീവ് സെലക്ഷൻ ഓഫ് ദി പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ. ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കൂലേ, അതാണ് പറയുന്നത്. ആഫ്റ്റർ സെലക്ടിങ് ദി പ്രോബ്ലം ദ റിസർച്ചർ ഈസ് റിക്വയർഡ് ടു ത്രൂ ദ റിലവൻറ്റ് ലിറ്ററേച്ചർ ടു ബ്രിങ് ഔട്ട് എ ഫ്രെയിം ഓഫ് റെഫറൻസ് ടു ദി വർക്ക്. അതായത് റെഫറൻസിന് വേണ്ടിയിട്ട് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള റിസർച്ചർ മറ്റാരെങ്കിലും നമ്മൾ ചെയ്യുന്ന ടോപ്പിക്ക് ഇതിന് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ നോക്കും, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. അതാണ് ഇനീഷ്യൽ സർവേ ഓഫ് ലിറ്ററേച്ചർ കൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫൈനലൈസേഷൻ ഓഫ് റിസർച്ച് ടോപ്പിക്. അതായത് ആ ഒരു ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക. റിസർച്ചർ ഹാസ് ടു ഫൈനലൈസ് ദി ടോപ്പിക് ആൻഡ് ഹാസ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ അനലിറ്റിക്കൽ ആൻഡ് സ്പെസിഫിക് ടേം. പ്രോബ്ലം ഓർ ടോപ്പിക് ഷുഡ് നോട്ട് ബി too wide or too narrow. Availability of time, money and other resources must also be considered. അതായത് നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്തു, അത് നമ്മൾ നോക്കി, അതായത് റെഫറൻസിന് വേണ്ടിയിട്ട് ഒരുപാട് റെഫറൻസിന് വേണ്ടിയിട്ട് കുറേ ബുക്സും സെമിനാർസും അതായത് പല കാര്യങ്ങളും നമ്മൾ നോക്കി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റിസർച്ച് ടോപ്പിക്ക് ഫൈനലൈസ് ചെയ്യണം. ഓക്കെ, ഫൈനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് നോട്ട് ടു ബി വൈഡ് ഓർ നോട്ട് ടു നാരോ. അതായത് നന്നായിട്ട് വലുതായി പോകാനും പാടില്ല, അതുപോലെ തന്നെ നന്നായിട്ട് ചെറുതാവാനും പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലം വെച്ചിട്ട് ചെയ്യേണ്ട ഒരു റിസർച്ച് ആവരുത് അത്. ഓക്കെ, അതുപോലെ തന്നെ മണി എന്ന് പറയുമ്പോൾ നമ്മളായിരിക്കും ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിസർച്ച് ഒരു ടോപ്പിക് ആവരുത്. അതർ റിസോഴ്സസ് മസ്റ്റ് ഓൾസോ ബി കൺസിഡർ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് പറയുന്നതാണ് ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം. സെലക്റ്റഡ് പ്രോബ്ലം ഷുഡ് ബി ട്രാൻസ്ലേറ്റഡ് ഓർ ട്രാൻസ്ഫേർഡ് ഇൻ ടു സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല, അത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം ഇങ്ങോട്ട് സയൻറ്റിഫിക് റിസർച്ച് ക്വസ്റ്റ്യനിലോട്ട് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സ്പെസിഫൈങ് വാട്ട് ആക്ച്വലി ദ റിസർച്ചർ പ്രോബ്ലം ആൻഡ് വൈ ഈസ് സ്റ്റഡീഡ്. ഓക്കെ, it involves the development of title, define the objectives of the study, work out the conceptual model etc. ഇതൊക്കെ ഈ ഒരു ഫോർമുലേഷൻ ഓഫ് എ പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസ് എന്താണെന്നുള്ളത് നമുക്കിനി പഠിക്കാനുണ്ട്. ഓക്കെ, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ഈസ് എ ടെൻറ്റേറ്റീവ് അസംഷൻ ഓർ പ്രപ്പോസിഷൻ ഫോർമുലേറ്റഡ് ഫോർ ടെസ്റ്റിംഗ്. അതായത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസംഷൻ അല്ലെങ്കിൽ പ്രപ്പോസിഷൻ. ടെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ മേ ബി അത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. അത്തരത്തിലുള്ള ഒരു അസംഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സം ടൈപ്പ് ഓഫ് റിസർച്ച് ഡസ് നോട്ട് നീഡ് ഹൈപ്പോത്തസിസ്. അതായത് ചില റിസർച്ചിന് എന്താവശ്യമില്ല, ഹൈപ്പോത്തസിസ് ആവശ്യമില്ല, എന്നാൽ ചിലതിന് ആവശ്യമുണ്ട്. ഇറ്റ് ഈസ് മെയ്ഡ് ടു ഡ്രോ ഔട്ട് ആൻഡ് ടെസ്റ്റ് ഇറ്റ്സ് ലോജിക്കൽ ആൻഡ് എംപിരിക്കൽ കോൺസിക്വൻസ്. അതാണ് ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈൻ. അതായത് നമ്മളൊരു റിസർച്ച് ഡിസൈൻ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇറ്റ് ഈസ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ദി സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് എ റിസർച്ചേഴ്സ് ഇൻറ്റൻഡ് ടു ക്യാരി ഔട്ട് ടു അക്കംപ്ലിഷ് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. ഇറ്റ് സ്പെസിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, ദ മെത്തഡോളജി ആൻഡ് ദ ടെക്നിക്സ് ടു ബി അഡോപ്റ്റഡ് ഫോർ അച്ചീവിംഗ് ദി ഗോൾ. ഇറ്റ് പ്രിസ്ക്രൈബ് ബൗണ്ടറീസ് ഫോർ ദി റിസർച്ച് വർക്ക് ആൻഡ് ഗിവ്സ് എ ഡയറക്ഷൻ ടു ദി സ്റ്റഡി. അതായത് ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ റിസർച്ചർക്ക് ഒരു ബൗണ്ടറി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് സ്പെസിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ദ മെത്തഡോളജി ആൻഡ് ടെക്നിക്സ് ടു ബി അഡോപ്റ്റഡ് ടു അതായത് ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ടെക്നിക്കുകളാണ്, എന്തെല്ലാം മെത്തഡോളജീസാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് ഡിസൈനിൽ. ഓക്കെ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ. ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റൈനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. അതായത് ഈ പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ വയസ്സായവരെ കുറിച്ചിട്ട്, അതായത് 60 വയസ്സ് കഴിഞ്ഞവരെ കുറിച്ചിട്ടുള്ള ഒരു റിസർച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത് വിചാരിക്കുക, അവരുടെ ഹെൽത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഒരു പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർ തന്നെ ഉണ്ടായിരിക്കും ഒരുപാട്, മേ ബി 1,00,000 ആളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 60 വയസ്സിന് മുകളിലുള്ളവർ 1,00,000 പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 1,00,000 പേരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, എന്തൊക്കെ മരുന്നുകളാണ് കഴിക്കുന്നത്, മെയിനായിട്ട് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ 1,00,000 പേരുടെ ആൾക്കാരുടെ അടുത്തും ചെന്നിട്ട്. എന്നാൽ ഈ 1,00,000-ൽ നിന്നും കുറച്ച് ആളുകൾ ഇങ്ങോട്ട് സെലക്ട് ചെയ്യും. അതിനെയാണ് ഈ സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെഫിനിറ്റ് പ്ലാൻ ഫോർ ഒബ്റ്റൈനിങ് എ സാമ്പിൾ ഫ്രം എ ഗിവൺ പോപ്പുലേഷൻ. ആ തന്നിട്ടുള്ള പോപ്പുലേഷൻ, ആ 1,00,000 ആളുകളിൽ നിന്ന് നമ്മൾ കുറച്ച് പേരെ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, sampling design refers to the technique or the procedure the researcher would adopt in selecting the items as sample. The researcher can use probability or non-probability sampling. Okay, അതാണ് പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ഡിസൈൻ കൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. ദ റിക്വയർഡ് ഡാറ്റ ഈസ് കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യാം. പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ, അതായത് പ്രൈമറി ഡാറ്റ എന്ന് സെക്കൻഡറി ഡാറ്റ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് സച്ച് ആസ് ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂ, എക്സ്പെരിമെൻറ്റേഷൻ, സർവേ ക്യാൻ ബി യൂസ്ഡ്. അതായത് ഒബ്സർവേഷൻ വഴി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വഴി അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷൻ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയും. വാരിയസ് ടൂൾസ് സച്ച് ആസ് ക്വസ്റ്റനെയേഴ്സ്, ഇൻവെൻറ്ററി ഷെഡ്യൂൾസ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ്. ക്വസ്റ്റനെയേഴ്സ് ആൻഡ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ മസ്റ്റ് ബി ഫോർമുലേറ്റഡ് കെയർഫുള്ളി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. ഇതാണ് കളക്ഷൻ ഓഫ് ഡാറ്റ കൊണ്ട് പറയുന്നത്. ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ അതാണ് പലതും ജസ്റ്റ് റീഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് അനാലിസിസ് ഓഫ് ഡാറ്റ. ഇൻ ഓർഡർ ടു അനലൈസ് ദി ഡാറ്റ കളക്റ്റഡ് ഇറ്റ് ഷുഡ് ബി എഡിറ്റഡ്, ക്ലാസിഫൈഡ് ആൻഡ് ടാബുലേറ്റഡ്. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം ആൻഡ് ടാബുലേറ്റ് ചെയ്യണം. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ദി ഡാറ്റ. അതായത് സ്റ്റാറ്റിസ്റ്റിക്സും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റേഷ്യോസ്, പെർസെൻറ്റേജസ്, ഗ്രാഫ്സ്, ടാബിൾസ്, കോഎഫിഷ്യൻസ് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ് ടു അനലൈസ് ഡാറ്റ. റേഷ്യോസ്, പെർസെൻറ്റേജ്, ഗ്രാഫ്, ടാബിൾസ്, കോഎഫിഷ്യൻസ് ഒക്കെ നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ പാക്കേജസ് ആർ ഓൾസോ അവൈലബിൾ ടു അനലൈസ് ദി ഡാറ്റ. അതായത് റീസെൻ്റ് ആയിട്ട്
സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ പാക്കേജസും എന്തിന് അവൈലബിൾ ആണ്, എന്തിനു വേണ്ടിയിട്ട്? ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അണ്ടർ വിച്ച് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ഈസ് ടെസ്റ്റഡ് ആൻഡ് ദെൻ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. ദ കോമൺലി യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആർ Z test, T test, X2 test and F test. Test help the researchers to conclude the validity of his hypothesis. അതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പറഞ്ഞാൽ ജനറലൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ആഫ്റ്റർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് ദ റിസർച്ച് വിൽ ബി ഏബിൾ ടു അറൈവ് അറ്റ് ജനറലൈസേഷൻ. ദ റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ ഹിസ് ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻസ്. ഇറ്റ് ഷുഡ് ബി ജസ്റ്റിഫൈഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് സെറ്റ് ഏർലിയർ. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ എവിഡൻസ് ആൻഡ് ദി സ്റ്റഡി. അതായത് ഹൈപ്പോത്തസിസിൻ്റെ ടെസ്റ്റ് നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ദ റിസർച്ചർ വിൽ ബി ഏബിൾ ടു അറൈവ് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചർ ഏബിൾ ആവണം. ദ റിസർച്ചർ ഹാസ് ടു പ്രിപ്പയർ ഹിസ് ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈൻഡിങ്സും കൺക്ലൂഷൻസും ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ജസ്റ്റിഫൈഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് സെറ്റ് ഏർലിയർ. അതായത് നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത് വെച്ച ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഒന്ന് ജസ്റ്റിഫൈ നോക്കണം. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ എവിഡൻസ് അണ്ടർ ദി സ്റ്റഡി. ലാസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ട്. It is the final stage of the research process. The researcher has to prepare a research report which indicates what he has done and how it is proved. It is a formal statement of the research process and its result. The purpose of the research report is to communicate the research work to others. അതായത് ഈ ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആ ഒരു റിസർച്ച് മറ്റുള്ളവരായിട്ട് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിസർച്ച് പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റേജാണ് എന്ത് പറയുന്നത്? ഈ പറഞ്ഞ പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി റിസർച്ച് പ്രോസസ് ആൻഡ് ഇറ്റ്സ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾ സ്റ്റെപ്പുകൾ കാണാണ്ട് പഠിച്ച് വയ്ക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതുക കേട്ടോ. അതിലുള്ളത് പലതും കാണാണ്ട് പഠിക്കുക, മീനിങ് മനസ്സിലാക്കി വെക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതുക. ആ പുറത്തുള്ള പോയിന്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ കാണാണ്ട് പഠിക്കുക തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.